ഒരു കഷ്ണം പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. എടുത്തിട്ട് നമ്മൾ ഈ കിട്ടിയിരിക്കുന്നതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് ശരിക്കും നല്ലപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നീര് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 ചെറുനാരങ്ങയുടെ തോലാണ് കേട്ടോ, അതിൻ്റെ നീരെല്ലാം എടുത്തിട്ടുള്ള തോല് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും അതുപോലെ ഒരു പിടി അളവിൽ കല്ലുപ്പും കൂടിയിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിമിൽ ലോല് വെച്ചിട്ട് ഒന്ന് ആ ചെറുനാരങ്ങയൊക്കെ ഒന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിന് നന്നായി ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമ്മളത് എടുത്തിട്ട് നമ്മൾ 2 ബോട്ടിലാക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കാട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പാത്രങ്ങളെല്ലാം തന്നെ അതിൽ എന്ത് ബാഡ് സ്മെൽ ഉണ്ടെന്നുണ്ടെങ്കിലും പോവാനും മീനിൻ്റെയൊക്കെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സിങ്ക് നല്ലപോലെ തന്നെ സിങ്ക് കഴുകിയെടുക്കാം. പിന്നെ അതുപോലെ അതിൻ്റെ സ്റ്റീൽ ടാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ടാപ്പ് കഴുകിയെടുക്കാം. അതേപോലെ തന്നെ വാഷ് ബേസിൻ കഴുകിയെടുക്കാം. ബാത്റൂം, ടോയ്ലറ്റ് ഒക്കെ കഴുകാട്ടോ. അതേപോലെ തന്നെ നമുക്ക് നിലം എല്ലാം തുടയ്ക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കുമ്പോൾ ഉറുമ്പും പാറ്റയും ഒന്നും തന്നെ വീട്ടിനകത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.